ഹായ്. ഈ വാശിയുള്ള കുട്ടികൾ പേരൻസിന് എപ്പോഴും ഒരു ടെൻഷനാണ്. പ്രത്യേകിച്ചും കുട്ടികളുടെ കൂടെ നമ്മൾ ഒറ്റയ്ക്ക് ഒരു സിംഗിൾ പേരൻ്റ് ആണെങ്കിൽ പ്രത്യേകിച്ചും വളരെയധികം ടഫായിട്ട് ചിലർക്ക് ഫീൽ ചെയ്യാറുണ്ട്, ചിലർ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഹോൾ ഡേ നമ്മൾ ഇപ്പോൾ രണ്ട് കുട്ടികളുള്ളവർ, ഒരു 6 വയസ്സിനുള്ളിലുള്ളവരെ കാര്യമാണ് ഞാൻ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ആ പ്രായപരിധിയിലുള്ള കുട്ടികളുടെ കൂടെ ഒരു ഹോൾ ഡേ ഇരിക്കുന്നത് പലർക്കും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു ദിവസം മുഴുവൻ എങ്ങനെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യും, എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് പലർക്കും ഒരു ടെൻഷനാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എൻ്റെ കുട്ടികൾക്ക് 4ഉം 6ഉം വയസ്സുള്ളവരാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ അവരുടെ കാര്യത്തിൽ എനിക്ക് അപ്ലൈ ചെയ്തിട്ട് ഗുണമായിട്ട്, ഞാൻ പലയിടത്തും വായിച്ച് കേട്ടിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, അപ്ലൈ ചെയ്തിട്ട് ഗുണമായിട്ടുള്ള ഒരു ടിപ്പാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങൾ നമ്മളൊരു സ്കെഡ്യൂൾ അനുസരിച്ച് പോകുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ സ്കെഡ്യൂൾ ഈ കുട്ടികളുടെ പ്രസൻസിൽ അവരുടെയും കൂടെ അഭിപ്രായം ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യുവാണെങ്കിൽ അവർ തന്നെ അത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സ്കെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ സ്കെഡ്യൂളിൽ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിരിക്കും. അവരുടെ കളിയുടെ ടൈം, പഠിക്കുന്ന ടൈം, പല രീതിയിലുള്ള കളികൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അവരുടെയും കൂടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അത് എഴുതാനും വായിക്കാനും കളർ ചെയ്യാൻ, പിന്നെ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി ഉള്ളത് ബിൽഡിംഗ് സെറ്റ് വെച്ചിട്ടായിരിക്കാം, പസിൽസ് ആയിരിക്കാം. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അവരുടെ ഗെയിമിൻ്റെ ടൈമും നമ്മളുടെ വർക്കിംഗ് അവേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു സ്കെഡ്യൂൾ, രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് വൈകുന്നേരം ഉറങ്ങുന്നത് വരെയുള്ള ഫുൾ സ്കെഡ്യൂൾ അവരുടെ പ്രസൻസിൽ അവരുടെയും കൂടെ അഭിപ്രായങ്ങളെടുത്ത് പ്ലാൻ ചെയ്യുവാണെങ്കിൽ അവർ നമ്മളുമായിട്ട് വളരെ നന്നായി കോപ്പറേറ്റ് ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഔട്ടിങ്ങിന് പോകുമ്പോൾ ഒരു പബ്ലിക് പ്രസൻസിലാണല്ലോ കൂടുതലും ഈ വാശിക്കാർ അവരുടെ ടാൻട്രംസ് മുഴുവൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ പബ്ലിക്കിൽ പോകുമ്പോഴും ഒരു മീറ്റിങ്ങിന് പോകുമ്പോഴും ഒക്കെ ഒരു കടകളിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോഴും അവരോട് ഈ നമ്മളുടെ പ്ലാൻ അവതരിപ്പിക്കുകയും അവരുടെയും കൂടെ പ്ലാൻ കേൾക്കുകയും അതിലാവശ്യമുള്ള സജഷൻസ് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ വളരെ നന്നായി കുട്ടികൾ കോപ്പറേറ്റ് ചെയ്യുന്നതാണ്. പല കുട്ടികളുടെയും ക്യാരക്ടർ ഡിഫറെൻ്റ് ആണ്, പക്ഷെ എന്നാലും നമ്മൾക്കിതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. എൻ്റെ കാര്യത്തിൽ എനിക്കൊരു 99% സക്സസ്ഫുൾ ആയിട്ടാണ് അനുഭവത്തിൽ തോന്നിയിരിക്കുന്നത്. നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.